ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്കുള്ള ഉടുപ്പടിക്കുന്നതാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് വെച്ച പീസാണ് കേട്ടോ. അപ്പോൾ ആദ്യം ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ യോക്ക് പാട്ടിൻ്റെ നല്ല തുണി വെക്കുക കേട്ടോ. ആദ്യം യോക്ക് പാട്ട് അടിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അതൊന്ന് രണ്ടും കൂടി ജോയിൻ്റ് ആക്കണം ആദ്യം. എന്നിട്ട് ഒന്ന് നടു മടക്കിയിട്ട് സെൻറ്ററിലൊന്ന് ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നെക്ക് അടിക്കുന്നത് ഞാൻ ക്യാൻവാസ്മ പിടിപ്പിച്ചിട്ടുണ്ട് നെക്ക്. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള അപ്പോൾ ഒരു 3.5 ഇഞ്ചാണ് കഴുത്ത് ഞാൻ ഇറക്കെടുത്തിക്കണത്. വീതി 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ തുന്നുമ്മ തട്ടാതെ നമ്മളൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് മടക്കിയിട്ട് നമ്മൾ വെച്ചാൽ നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ മടക്കി അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴുള്ളൂ അങ്ങനെ മടക്കിയാൽ നല്ല ചുളിവൊന്നും ഇല്ലാതെ കിട്ടുക. അപ്പോൾ നല്ല വൃത്തിയിൽ കഴുത്ത് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി അത് ലൈനിമക്ക് നമ്മൾ മടക്കി അടിച്ച ക്യാൻവാസിൻ്റെ കഷ്ണമല്ലോ, അത് നമ്മൾ ലൈനിങ്ങ് വെച്ചിട്ട് തുന്നി കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇപ്പോൾ നല്ല ഭാഗം ഇങ്ങനെയായി ലൈനിങ്ങുമ്മേ അതെടുക്കുന്നിട്ട് ഒന്ന് മേലടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിലെ ഭാഗമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഞാൻ അടിച്ചു. ഇനി ബാക്കത്തതിൻ്റെ ഈ നടുക്കെ ഒരു 2 ഇഞ്ചിലേക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്യട്ടോ ഒരു 2 ഇഞ്ചിലേക്ക്. അത് പിന്നെ കുളത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഇടാമല്ലോ. ഇനി അത് പിന്നെന്താണ് നമ്മൾ ആകാത്ത ഭാഗത്തേക്കാണ് മറിച്ചെടുക്കുക. എന്നിട്ട് ലൈനിങ്ങും ഇതും കൂടിയിട്ട് ആകാത്ത ഭാഗത്താണ് കേട്ടോ അടിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ട് നല്ല ഭാഗത്തേക്കാണ് മറിച്ച് കൊടുക്കുക. മറിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഇതായി കിട്ടും. അങ്ങനെ കഴുത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഇങ്ങനെ കൂർപ്പിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ 2 ഭാഗം കൊണ്ട് എടുത്താൽ നല്ല ഒരു വൃത്തിയായിട്ട് കിട്ടുന്ന കുട്ടികൾക്ക് 2 കുളത്തും വെച്ച് കൊടുത്താൽ ഈസി ആയിട്ട് തല കൊള്ളുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലൊരു മേലടി ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ മുന്നേ നമ്മൾ ഒരു ചെറിയ പീസ് പുളിവ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഓപ്പൺ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് അവിടെ അങ്ങനെ വെച്ച് കൊടുക്കുക. ഈ നമ്മളിപ്പോൾ ഒരു ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഓപ്പണിൻ്റെ ഭാഗത്ത് ഒരു ഫീമ 2 കൊടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ വൃത്തിയായിട്ട് അവിടെ കടന്നോളം കൊടുത്ത് തുന്നി കൊടുത്ത് കുട്ടികൾക്ക് പിന്നെ കുളത്തൊക്കെ ഇട്ടിട്ട് വെച്ച് കൊടുത്താൽ ബാക്കിൽ ഓപ്പൺ ഇട്ട് കാണില്ല. ഇനി അത് രണ്ടും കൂടി നമ്മൾ 2 ഭാഗം കൂടി ഷോൾഡർ തമ്മിൽ കൂട്ടണം. നല്ല ഭാഗം കൂടി വെച്ചിട്ട് പിന്നെ കവർ ചെയ്തിട്ട് അടിക്കണം കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി മറ്റേ പീസുമ്മേക്കാണ് മറിച്ച് കൊടുക്കുകയാണ്. അത് മറിച്ച് കൊടുത്തിട്ട് ഒരേ ലെവലിലേക്ക് കഴുത്ത് വെച്ച് അങ്ങനെ ഷോൾഡർ അടിക്കൽ കഴിഞ്ഞിട്ടോ. അടിക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അതൊരു കവർ ചെയ്ത് കണ്ടേക്കാരം നമ്മൾ മറിച്ചെടുത്താൽ അത് മറിച്ചെടുത്തപ്പോൾ അതേമാതിരി ആയാലും. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഷോൾഡർ തമ്മിൽ കൂട്ടൽ കഴിഞ്ഞു. കഴിഞ്ഞ് 2 ഭാഗം ഇപ്പോൾ നല്ല കവർ ചെയ്ത മാതിരി ആയല്ലോ. 2 ഭാഗം അങ്ങനെ അടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ മേലെ കൂടെ ഒരു അടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലും അവിടെ നിന്ന് പതിഞ്ഞ് നിൽക്കുള്ളൂ. മുകളിൽ കൂടെ ഒരടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അവിടെ പതിഞ്ഞ് നിന്നോളും. ഇനി നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കണതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കയ്യിനുള്ള തുണിയാണ് എടുക്കുന്നത്. അതിൻ്റെ അടി ഒന്ന് മടക്കി അടിക്കുകയാണ് ഞാൻ. പിന്നെ ഒരുപാട് ചുളിവിട്ടടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തുണി ഞെറിക്കനുസരിച്ചിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രോസായി കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ കട്ട് ചെയ്ത് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് നല്ല മടക്കടിച്ചിട്ട് പിന്നെ നമുക്ക് എത്രയാണോ കയ്യിൻ്റെ ഭാഗം അത്ര ചുളിവിട്ടടിക്കാനുള്ള തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു കുട്ടികൾക്കൊരു മോഡലാക്കി അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുക്കുകയാണ്. കസ്റ്റമർക്കാണ് അടിച്ചു കൊടുക്കുന്നത്. അത് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ കൈ വെച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ 2 ഭാഗത്തുള്ള കൈയും പിടിപ്പിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കിലെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഫ്രണ്ടിലെ ഭാഗം ഇതും. ഇനി അത് നടു പിടിച്ചിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗം പിടിച്ചിട്ട് ഇങ്ങോട്ട് വെക്കഞ്ഞ് ഞാനൊരു പീസ് എടുത്ത് നടുക്കേ കൂടെ 2 കഷ്ണമാക്കേണ്ട പീസ് കട്ട് ചെയ്തതിൻ്റെ ശേഷം 2 വള്ളി അടിക്കാനാണ് കേട്ടോ. 2 വള്ളി നമ്മൾ വെട്ടിയിട്ട് അടിച്ച് കഴിഞ്ഞാൽ ക്രോസ് ആക്കിയിട്ട് അടിക്കണം കേട്ടോ. ഒരു തലക്കത്ത് ഒരു കോണ് പോലെ അടിച്ചിട്ട് വളച്ചുള്ള കൊണ്ടുവരണം. അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഒരു ഈർക്കലെടുത്തിട്ടോ അല്ലെങ്കിൽ പേനെടുത്തിട്ടോ എങ്ങനെയെങ്കിലും നമ്മളത് നല്ല ഭാഗമാണ് ഉള്ളിലേക്ക് ആകാത്ത ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് അടിക്കണം. എന്നിട്ട് പിന്നെ നല്ല ഭാഗത്തേക്കാണ് മറിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കോണാക്കിയിട്ട് കണ്ടില്ലേ നമ്മൾ കോണാക്കിയിട്ട് ഒരു തലപ്പത്ത് അങ്ങനെ കിട്ടണം. വള്ളി 2 സൈഡിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അടിക്കൽ. 2 സൈഡിലും വള്ളി വെച്ച് അടിച്ചു കൊടുത്തു. എന്നിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. വള്ളി വെക്കുന്നത് ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്.
രണ്ട് സൈഡും യോക്ക് പാട്ടിൻ്റെ അടിച്ച് കഴിഞ്ഞു. ഇനി ഉടുപ്പിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ആ ലൈനിങ്ങിൻ്റെ തുണിയാണ് ആദ്യം ഞാൻ ചുളിവിട്ടിട്ട് അടിക്കണത് കേട്ടോ. അത് അടിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേതിന് 14.5 ഇഞ്ചല്ലേ നമ്മൾ അളവ് വെച്ചിരുന്നത്, അതിന് പാകമാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കി നോക്കണം. ഇനി ഉടുപ്പിൻ്റെ തുണി ഉണ്ടല്ലോ, അത് ഞെറിവിട്ടിട്ട് അടിക്കണം കേട്ടോ. നല്ല ഭാഗത്ത് കൂടെ അത് ഓരോ ചുളിവിട്ടിട്ട് അടിച്ചതിന് ശേഷം ലൈനിങ്ങും ഇതും കൂടി നമ്മൾ ഒപ്പം വെച്ച് വെക്കുക. എന്നിട്ട് അത് രണ്ടും ആദ്യം നമ്മൾ യോക്ക് പാട്ടിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് തന്നെ വേണം കേട്ടോ. സ്കേർട്ട് പാട്ടിൻ്റെ കൂടി കിട്ടണമെങ്കിൽ 14 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേമാതിരി ഒപ്പം വെച്ച് നോക്കണം. സ്കേർട്ട് പാട്ടും യോക്ക് പാട്ടും കൂടി ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഭാഗം വെച്ചിട്ട് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അതിന് ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കണം. എന്നിട്ട് ചുളിവ് ഇപ്പോൾ നമ്മൾ ഇട്ട് അടിക്കൽ കഴിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈനിങ് ഇറക്കി കൊടുക്കണം കേട്ടോ. ലൈനിങ്ങിൻ്റെ തുണി ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഇത് റൗണ്ട് അടിക്കണം ആദ്യം. അന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ രണ്ടും നമ്മളങ്ങനെ അടിക്കൽ കഴിഞ്ഞു. ഈ ഒപ്പാട്ട് ഇതിമ്പോൾ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. പിടിപ്പിക്കുന്നതിന് മുന്നുള്ളത് കാണിച്ചു തരികയാണ് ഞാൻ. നല്ല ഇതിൽ കിട്ടിയല്ലോ അല്ലേ. ഇതിൻ്റെ അടിയിൽ നമ്മളൊരു 3 ഇഞ്ചിലേക്ക് ഞെറിവിട്ട് കൊടുക്കണം. അതിന് പീസ് കട്ട് തുണിമന്ന് നമ്മൾ ഓരോ 3 ഇഞ്ചിലേക്കുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഞെറിവിട്ടടിച്ച് വെച്ച് ഉടുപ്പിൻ്റെ അടിഭാഗത്ത് കാണിട്ടോ. ഞാൻ 3 ഇഞ്ച് വീതിക്കുള്ള ഞെറിട്ടിട്ടുണ്ട് പറഞ്ഞില്ലേ, ആ പീസ് അടിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഉടുപ്പ് ഏകദേശം അടിക്കൽ കഴിഞ്ഞ് അതിൻ്റെ അടിഭാഗമാണ് ഈ കാണിക്കുന്നത്. ഞാൻ 3 ഇഞ്ചിലേക്ക് ചുളിവിട്ട് കൊടുത്തതാണ്. നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമുണ്ട് നിൽക്കുമ്പോൾ കാണാൻ. എൻ്റെ വോയിസിനെക്കാട്ടിലും നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇനി നമ്മൾ യോക്ക് പാട്ടും സ്കേർട്ട് പാട്ടും കൂടി വെച്ച് പിടിപ്പിക്കണതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. രണ്ടും കൂടിയും വെച്ച് നല്ല ഭാഗം കൂടിയും കൂട്ടിയിട്ട് ഒരേ അളവിനാണ് ഞാൻ രണ്ടും അടിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് അടിക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ അങ്ങനെ നമ്മളെ ഉടുപ്പ് ശരിയായിട്ടുണ്ട്. ഇനിയൊരു ഫ്ലവർ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ മതി. ഒരു മുത്തൊക്കെ വെച്ചിട്ട് വെച്ച് കാണിച്ചു തരാം. അങ്ങനെ അരഭാഗത്തും അടിഭാഗത്തൊക്കെ ഞെറിവിട്ടിട്ടാണ് ബാക്കിലെ ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഇത് നമുക്ക് കുളത്ത് വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. കുട്ടികൾക്ക് തല കൊള്ളൂല. ബാക്കിലേക്കാണ് ഈ വള്ളി വരുന്നത്. ഇനി വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എൻ്റെ സൗണ്ടിനൊരു വ്യത്യാസം ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക, ജലദോഷം വന്നിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഉടുപ്പ് ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഇതുണ്ടോ, ഈ ഫ്ലവർ വെച്ചാലൊക്കെ ഒരു രസമാണ്. എല്ലാവരും ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് ഇൻഷാ അല്ലാഹ്.